നമുക്ക് വീണ്ടും ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സഭ ദൈവരാജ്യമാണ് എന്നുള്ള വിഷയമാണ്. സഭ ദൈവരാജ്യമാണ് എന്ന് നമ്മുടെ കർത്താവ് തന്നെ തൻ്റെ സഭയെ പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി എന്ന് നമ്മൾ കണ്ടു. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞത് ഈ സഭയാണ് ദൈവരാജ്യം എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് 40 നാളോളം അവർക്ക് പറഞ്ഞു കൊടുത്ത ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാനുള്ള കാര്യങ്ങളാണ് എന്ന മത്തായി 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15, 16 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. അപ്പോൾ സുവിശേഷം സകല ജനതകളോടും അറിയിക്കുവാനുള്ള ആ ഒരു കൽപ്പനയാണ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുന്നു. പത്രോസ് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പെന്തക്കോസ്ത് നാളിൽ 3000 പേര് അവരോട് ചേർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പത്രോസ് ദൈവരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച പത്രോസ് തുടർന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് ജാതികളോടും സുവിശേഷം അറിയിച്ചു. അവരും സുവിശേഷം അനുസരിച്ചു, അവർ വീണ്ടും ജനിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിൽ അവരും പ്രവേശിച്ചു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സഭ ദൈവരാജ്യമാണ്. വീണ്ടും ജനിക്കുന്നവർ ദൈവരാജ്യത്തിലേക്കാണ് അല്ലെങ്കിൽ സഭയിലേക്കാണ് ചേർക്കപ്പെടുന്നത് എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞത് വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ സുവിശേഷം വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വീണ്ടും ജനിക്കുന്ന ആളുകൾ എല്ലാവരും സഭയിലേക്ക് ചേർക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ വചനം തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്റെ വചനം എന്ന് പറയുന്ന സുവിശേഷം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ സഭയിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-12 നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് ദൈവരാജ്യം പ്രസംഗിച്ചു എന്നാണ്. ഫിലിപ്പോസ് ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ തീർച്ചയായിട്ടും ദൈവരാജ്യമായ സഭയിലേക്ക് ആത്മാക്കൾ ചേർക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്റെ വചനങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യവും 28-ാം അധ്യായത്തിന്റെ 23, 30 വാക്യങ്ങളിലും പൗലോസ് ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. അതുപോലെ കർത്താവ് പറഞ്ഞത് രാജ്യത്തിന്റെ ഈ വചനം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടുമെന്നാണ്. അപ്പൊ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞ കൽപ്പന അത് ദൈവരാജ്യത്തിന്റെ വചനമാണ്. അത് പൂർണ്ണമായിട്ടും ഘോഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആ വചനങ്ങൾ എല്ലായിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഘോഷിക്കപ്പെടുമ്പോൾ അവസാനം വരും എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നുള്ളത് മത്തായി 24:14 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്ത ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവര് ദൈവരാജ്യത്തിന്റെ വേലയാണ്, അവര് കൂട്ടുവേലക്കാരായ ചില ആളുകളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൽ എനിക്ക് കൂട്ടുവേലക്കാരായിട്ട് തീർന്നു എന്നാണ് അവരെ കുറിച്ച് പൗലോസ് പറയുന്നത്. സഭാ പ്രവർത്തനം നടത്തിയതായ ആളുകൾ ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാരാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു. അതുപോലെ രാജ്യത്തിന്റെ ആ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ആ വചനം കേട്ടനുസരിച്ച ആളുകളെ
അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് അവർ ചേർക്കപ്പെടുന്നു എന്നാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-9 വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചു, നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും ആയവന് മഹത്വം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ പാപം പോക്കി നമ്മെ വീണ്ടെടുത്തു. അങ്ങനെ പാപം പോക്കി നമ്മെ വീണ്ടെടുത്തു, നമ്മെ രാജ്യമാക്കി തീർത്തു, നമ്മെ പുരോഹിതന്മാരാക്കി തീർത്തു. അങ്ങനെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് മഹത്വം. അപ്പൊ അവിടെ സഭയിലേക്കാണ്, നമ്മുടെ പാപം പോക്കി നമ്മെ വീണ്ടെടുക്കുന്നത് സഭയിലേക്കാണ്, അത് ദൈവരാജ്യത്തിലേക്കാണെന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ വെളിപ്പാട് 1:6 പറയുന്നത്. അതുപോലെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം നമ്മൾ കാണുന്ന അവിടെ ദൈവരാജ്യത്തിന്റെ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും കൂട്ടാളിയായ ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൽ ഒരു കൂട്ടാളിയായിട്ട് യേശുവിന്റെ കഷ്ടതയില് ദൈവരാജ്യത്തില് അപ്പോസ്തലനായ യോഹന്നാൻ കൂട്ടാളിയായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ കൂട്ടാളിയായിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ കൂട്ടാളിയാണ്. നമ്മുടെ പാപം പോക്കി നമ്മെ വീണ്ടെടുത്തു, പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യമാക്കി തീർത്തു എന്ന് പറയുമ്പോൾ സഭ ദൈവരാജ്യമാണെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവിന്റെ ആ വചനം അനുസരിച്ച് ആളുകളെ എങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, നമ്മെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നമ്മൾ മനുഷ്യരെല്ലാവരും. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത എന്നാണ്. അപ്പൊ പിശാചിന്റെ അധികാരത്തിലും അന്ധകാരത്തിലുമായിരുന്ന നമ്മെ ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷയിലേക്ക് വിളിച്ച് വേർതിരിച്ചതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുമെന്ന് ഭാവി കാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയല്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ആ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണ്. ചിലര് വിചാരിക്കുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, അതിനെയും സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നതേ ഉള്ളൂ, ഭാവി കാലത്ത് നമ്മളെയെല്ലാം ദൈവരാജ്യത്തിലാക്കി വെക്കുവാൻ പോകുന്നു എന്നാണ്. പക്ഷെ തിരുവചനം എന്ത് പറയുന്നു? ഇതാണ് നമ്മൾ തിരുവചനത്തെ തിരിച്ചറിയണം. അവിടെ വ്യക്തമായിട്ടും പറയുന്നത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു എന്ന് തന്നെയാണ്. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അത് പാസ്റ്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഭൂതകാലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത എന്ന് വ്യക്തമായിട്ട് വചനം പറയുമ്പോൾ നമ്മളെ സഭയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന അനുഭവമാണ്, പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഭ ദൈവരാജ്യമാണ് എന്നുള്ളത് ഇതിലൂടെയും വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ സഭയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിനെ ഏൽപ്പിക്കുമെന്നാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും തിരിച്ചറിയേണ്ട കാര്യമാണ്. ആദ്യഫലമായിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കൽ, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പോൾ ഈ ഭൂമിയിലെ സഭ എന്ന ദൈവരാജ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കർത്താവ് വരുമ്പോൾ രാജ്യം സ്ഥാപിക്കുകയല്ല എന്നുള്ളത് വ്യക്തമായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
നമ്മുടെ കർത്താവ് സഭ എന്ന ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിന്റെ വചനം മറ്റുള്ളവരോട് പറയുവാൻ, രാജ്യത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ടാണ്. അത് അറിയിക്കുകയും ആ രാജ്യത്തിലേക്ക് അനേകര് ചേർക്കപ്പെടുകയും ചെയ്യണം. അതിനുശേഷം കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ഈ സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിനെ ഏൽപ്പിക്കും. പിതാവിനെ ഏൽപ്പിക്കുമ്പോൾ പിതാവ് തുടർന്ന് പുത്രൻ മുഖാന്തരം തന്നെ തൻ്റെ ആ പദ്ധതികൾ നിർവഹിക്കുമെന്നുള്ളതാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നതായ കാര്യം. അതുകൊണ്ട് സഭ ദൈവരാജ്യമാണ്. ഇനി ഈ രാജ്യം, ദൈവരാജ്യം എന്നുള്ളത് ആത്മീക രാജ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇത് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു എങ്കിലും അനേകരും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. യഹൂദന്മാരും മശിഹായെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷ എല്ലാം പലപ്പോഴും പറഞ്ഞത്, അല്ലെങ്കിൽ കർത്താവിനോട് അവർ സംസാരിച്ചപ്പോഴും ഒക്കെ അവർ ചിന്തിച്ചത് ദാവീദിന്റെ രാജ്യം പോലെ ഒരു ഭൗമിക രാജ്യം അല്ലെങ്കിൽ ലൗകിക രാജ്യമാണ് ദാവീദ് പുത്രന്റെ രാജ്യം എന്നാണ് അവർ മനസ്സിലാക്കിയത്. അത് കർത്താവിന്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. അതാണ് നമ്മൾ ലൂക്കോസ് 24:21 കാണുന്നത്. അപ്പോൾ ദാവീദിന്റെ രാജ്യം പോലെ മശിഹായുടെ അല്ലെങ്കിൽ ദാവീദ് പുത്രന്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഐഹിക രാജ്യമായിരിക്കും, ഭൗമിക രാജ്യമായിരിക്കും എന്നാണ് ശിഷ്യന്മാര് പോലും പ്രതീക്ഷിച്ചത്. കർത്താവ് എഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ലൂക്കോസ് 24 കാണുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് കൂടെ നടന്നു. താൻ യേശു ആണെന്നുള്ളത് തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അവര് രണ്ടുപേര് സംസാരിച്ചുകൊണ്ട് പോകുന്നതായ വഴിയില് അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് കർത്താവ് അവരോട് ചേർന്ന് നടന്നപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ വഴിയിൽ നടന്ന് ഈ തമ്മിൽ വാദിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അവര് നിന്നിട്ട് ചോദിക്കുന്നത്, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിലെല്ലാവരും അറിഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഒരു പരദേശിയായിട്ട് എവിടെ നിന്നോ വന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവര് സംസാരിക്കുന്നത്. കർത്താവാണെന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ ഏതാണെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ പറയുന്നത്, നസറായനായ, വാക്കിലും നടപ്പിലും ശക്തിയുള്ള പ്രവാചകനായ നസറായനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവരെ നാശിച്ചിരുന്നു എന്നാണ് ലൂക്കോസ് 24:21 പറയുന്നത്. അപ്പോൾ അവിടെ അവരുടെ ചിന്താഗതി എന്താണെന്ന് നോക്കുക. ഇസ്രായേലിനെ വീണ്ടെടുക്കും, അതായത് ഈ റോമൻ അധികാരത്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിച്ച് ഒരു രാജ്യമായിട്ട് യഹൂദന്മാർക്ക് കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ കർത്താവ് വന്നപ്പോൾ റോമൻ അധികാരത്തെ എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളാണ് ഈ കർത്താവ് പറഞ്ഞത്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞു. വചനത്തിലൊക്കെയും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മശിഹായൊന്നുമല്ല അവര് പ്രതീക്ഷിച്ചത്. മാത്രമല്ല, യെശയ്യാവ് 53-ാം അധ്യായത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരു ദാസൻ എന്നുള്ള നിലയിൽ അത് മശിഹായാണെന്നൊന്നും അവര് തിരിച്ചറിഞ്ഞില്ല. ആ നിലയിലല്ല അവര് മശിഹായെ കുറിച്ച് പ്രതീക്ഷിച്ചത്. പിന്നെയോ ഒരു രാജാവ്, ശക്തിയുള്ള സൈന്യമുള്ള, അത് സൈനിക ശക്തിയോ അത് ദൈവത്തിന്റെ അത്ഭുത ശക്തിയോ എങ്ങനെയായിരുന്നാലും റോമൻ അധികാരത്തെ എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടെടുത്ത് അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന്റെ കാരണം ഈ ദാവീദിന്റെ പുത്രനാണല്ലോ. അപ്പൊ ദാവീദിന്റെ രാജ്യം പോലെ ആണ് എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് ഈ തിരുവെഴുത്തിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, അവർക്ക് ഈ മശിഹായെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വചനത്തിന് നിരക്കുന്നതല്ലായിരുന്നു. അവർ തിരുവെഴുത്തിനെ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ ലൂക്കോസ് 24:25 നമ്മൾ കാണുന്നത്, അവർക്ക് തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനായിട്ട് ബുദ്ധിയെ തുറന്നുകൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നുകൊടുത്തു. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാനായിട്ട് ഇന്നും അനേകർക്ക് സാധിക്കാത്തത് കൊണ്ട്, അവര് ബുദ്ധിയെ തുറന്നു കിട്ടാത്തത് കൊണ്ടാണ് ഐഹികമായ രാജ്യമാണ്
യേശുക്രിസ്തുവിന്റെ രാജ്യം എന്ന് അവർ പഠിപ്പിക്കുന്നത്. ഭൗമിക രാജ്യം അല്ലെങ്കിൽ ലൗകിക രാജ്യമാണ് യേശുക്രിസ്തുവിന്റെ രാജ്യമെന്ന് അവർ പഠിപ്പിക്കുന്നത് തിരുവെഴുത്തിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അതിനവരുടെ ബുദ്ധിയെ തുറന്നു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ബുദ്ധിയെ തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു വസ്തുത അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാണ് അനേകർക്കും യഹൂദന്മാരെ പോലെ ഈ ഭൗമിക രാജ്യത്തെക്കുറിച്ച് ഇന്നും പ്രതീക്ഷയുള്ളതിന്റെ കാരണം തിരുവെഴുത്തുകളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. മറ്റൊരു കാരണം, ഈ ദൈവരാജ്യത്തിലെ ആത്മീക അനുഗ്രഹങ്ങളും അതുപോലെ വരുവാനുള്ളതായ പുതിയ ഭൂമിയിലെ സ്വർഗീയമായ അനുഗ്രഹങ്ങളും എല്ലാം ഒന്നിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആളുകൾ ധരിക്കുന്നത് ഇത് ലൗകികമായ രാജ്യവും ലൗകികമായ ജീവിതവും ഒക്കെയാണ് ദൈവരാജ്യത്തിലെ ജീവിതമെന്നാണ്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ മനുഷ്യർക്കുണ്ട്. ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചും അതുപോലെ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് ഈ തിരുവെഴുത്തിലെ പ്രവചനത്തിൽ പ്രത്യേകിച്ച് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാരണം, പ്രതീകാത്മക ഭാഷയിലാണ് പല വചനങ്ങളും എന്നുള്ളതാണ്. ഈ പ്രതീകാത്മക ഭാഷ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അക്ഷരികമായിട്ടും മനസ്സിലാക്കേണ്ടതല്ല. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം പ്രതീകാത്മകമായ ഭാഷാരീതി ഉപയോഗിച്ചിട്ടുള്ളതാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് തന്നെ അതിന്റെ അർത്ഥം പറഞ്ഞു. 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. 7 നിലവിളക്കുകൾ 7 സഭകളാണെന്നും 7 നക്ഷത്രം സഭകളുടെ ദൂതന്മാരാണെന്നും കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതീകം കാണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ്. 7 നിലവിളക്കല്ല. അത് അക്ഷരീയമായിട്ട് പറഞ്ഞാൽ അത് നിലവിളക്ക് തന്നെയാണ്. എന്നാൽ അക്ഷരീയമായിട്ട് മനസ്സിലാക്കേണ്ടതല്ല. അത് 7 സഭകളെ കാണിക്കുന്ന പ്രതീകമാണ്. അതുപോലെ 7 നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമല്ല, സഭകൾക്ക് ദൂത് നൽകുന്നതായിട്ടുള്ള മെസ്സഞ്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ദൂതന്മാരാണ്. സഭകളിൽ ദൂത് നൽകിക്കൊണ്ട്, മെസ്സേജ് നൽകിക്കൊണ്ട് അവരെ ആത്മീകമായിട്ട് സഭാംഗങ്ങളെ വളർത്തുന്നത് കർത്താവാണ്. അതിന് കരങ്ങളിൽ ഉപയോഗിക്കുന്നത് ആ മെസ്സേജ് നൽകുന്നതായിട്ടുള്ള ദൈവ ദാസന്മാരാണ്. അപ്പൊ ഇങ്ങനെ പ്രതീകാത്മകമായ അർത്ഥം തിരുവെഴുത്തിലുണ്ടെന്ന് കർത്താവ് തന്നെ ആമുഖമായിട്ട് വെളിപ്പാടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ധാരാളമായിട്ട് ഈ പ്രതീകാത്മകമായ ഭാഷാരീതി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ അക്ഷരികമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് അനേകര് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അത് ശരിയായിട്ടുള്ള സത്യം, വസ്തുത മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഉദാഹരണം, നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടു കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധിങ്കൽ കളിക്കും. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടെ ചെന്നായി, കുഞ്ഞാട്, പുള്ളിപ്പുലി, കോലാട്ടു കുട്ടി, പശുക്കിടാവ്, ബാലസിംഹം ഇങ്ങനെയുള്ളതായ മൃഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അക്ഷരീയമായിട്ട് മനസ്സിലാക്കിയിട്ട് ചിലർ പറയുന്നത് വരുവാനുള്ള ഒരു 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഉണ്ടാകും. അവിടെ ഈ അങ്ങനെയുള്ള ആ കാലത്ത് ഈ പറഞ്ഞ മൃഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ച്, മാംസഭോജികളായ മൃഗങ്ങളും അതുപോലെ സസ്യഭുക്കുകളായ ആ മൃഗങ്ങളും എല്ലാം ഒരു അപകടവും കൂടാതെ, അല്ലെങ്കിൽ മാംസഭുക്കുകള് സസ്യഭുക്കുകളായ മൃഗങ്ങളെ ഒന്നും കൊല്ലാതെ തിന്നാതെ അവരെല്ലാം സമാധാനത്തോടെ ഒന്നിച്ച് ജീവിക്കുമെന്നാണ്. വാസ്തവത്തിൽ ഇത് പ്രതീകാത്മകമായ ഒരു ഭാഷാരീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ? ഒരു ഉദാഹരണം നമുക്ക് സങ്കീർത്തന 22-ൽ കാണുവാൻ സാധിക്കും. സങ്കീർത്തന 22-ൽ നമ്മൾ കാണുന്ന അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം, അനേകം കാളകൾ എന്നെ വളഞ്ഞു എന്ന്, കർത്താവിനെ ആക്രമിച്ച ദുഷ്ട മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണത്. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം എന്ന പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, സിംഹങ്ങളുടെ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു.
അതുപോലെ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നീ ഉത്തരമരുളുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പല പല മൃഗങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ ഈ മൃഗങ്ങളെല്ലാം കൂടെ ആക്രമിച്ചത് സംഭവമെല്ലാം ഉണ്ടായിട്ടുണ്ടോ? 22-ാം സങ്കീർത്തനത്തിൽ അത് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇത് അക്ഷരീയമായിട്ടല്ല മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് അനേകർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. യെശയ്യാവ് 11-ലെ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അക്ഷരീയമാണെന്നും അവർ വ്യാഖ്യാനിക്കും. അപ്പൊ ഇത് മാനുഷിക സ്വഭാവങ്ങളെ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളാണ് ഈ മൃഗങ്ങൾ. അതാണ് കർത്താവിനെ ആക്രമിച്ച ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യരെ കാണിക്കുവാനാണ് അവിടെ കാളകള്, ബാശാൻ കൂറ്റന്മാര്, സിംഹം, കാട്ടുപോത്ത്, നായ്ക്കൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ട മനുഷ്യരെല്ലാം കൂടെയാണ് കർത്താവിനെ ആക്രമിച്ചത്, കൊല്ലുവാനായിട്ട് കർത്താവിനെതിരെ വന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. അതുപോലെ യെശയ്യാവ് 35-ൽ പുതിയ ഭൂമിയിലെ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വചനം 35-ാം യെശയ്യാവ് 35:9 കാണുന്നത്, അവിടെ ഒരു സിംഹവും ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല എന്ന്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിംഹമൊന്നും അവിടെ ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ദുസ്വഭാവമുള്ള ക്രൂര സ്വഭാവമുള്ളതായ ആ ആളുകളൊന്നും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ സമാധാനമാണ്. അപ്പൊ യെശയ്യാവ് 11-ല് ഈ മൃഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് പാർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് വിവിധ സ്വഭാവങ്ങളുള്ള, ക്രൂരതയുള്ള സ്വഭാവമുള്ള മനുഷ്യരും, അതുപോലെ സാധാരണ സ്വഭാവമുള്ള മനുഷ്യരും, ശാന്ത സ്വഭാവമുള്ളവരും എല്ലാം മാനസാന്തരപ്പെട്ട് ദൈവരാജ്യമായ സഭയിൽ ഒരുപോലെ അവര് ഒന്നിച്ച് ജീവിക്കുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത് പ്രതീകാത്മകമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അനേകർക്കും അത് തിരിച്ചറിയുവാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദൈവരാജ്യത്തിലെ അനുഭവം, പലവിധ സ്വഭാവങ്ങളുള്ള മനുഷ്യരെല്ലാം ഒരുപോലെ ഒന്നിച്ച് സമാധാനത്തോടെ മാനസാന്തര അനുഭവത്തിലൂടെ വന്നിട്ട് അവര് സമാധാനത്തോടെ ജീവിക്കുകയാണ്, സഹകരിച്ച് ജീവിക്കുകയാണ്. വിവിധ സ്വഭാവങ്ങളുള്ള മനുഷ്യര് തീർച്ചയായിട്ടും ഒന്നിച്ച് സഭ എന്ന ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ ഈ ദൈവരാജ്യം ആത്മീക രാജ്യമാണ്, അല്ലാതെ ഐഹിക രാജ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരു പ്രയാസവുമില്ല. ഇനി കർത്താവ് തന്നെ തന്റെ രാജ്യത്തെ കുറിച്ച് പീലാത്തോസിനോട് പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 18:36 നമ്മൾ കാണുന്നത്, പീലാത്തോസ് യേശുവിനെ വിചാരണ നടത്തുകയാണ്. വിചാരണ നടത്തിയപ്പോൾ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസ് ചോദിച്ചു. കർത്താവ് പറയാണ്, ഇത് നീ സ്വയമായിട്ട് പറയുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അതിന് പീലാത്തോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ യഹൂദനോ, നിന്റെ ജനം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നത്, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. അപ്പോൾ തന്റെ രാജ്യം ഐഹികമല്ല, നോട്ട് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെതല്ല, ഐഹികമല്ല, ലൗകികമല്ല, ഭൗമികമല്ല എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട് ആരും വ്യാഖ്യാനിക്കരുത് വാസ്തവത്തിൽ. എങ്കിലും അനേകരും ഭൗമിക രാജ്യം ഭാവിയിൽ യേശുക്രിസ്തു വന്ന് യെരൂശലേം തലസ്ഥാനമാക്കി സ്ഥാപിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് വചനവിരുദ്ധമാണ്. കർത്താവ് പറഞ്ഞ വചനത്തിന് തന്നെ വിരുദ്ധമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ പാടില്ലാത്തതായ അനേകരുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കർത്താവിന്റെ രാജ്യം അങ്ങനെ അല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഐഹികമായ രാജ്യം യേശുക്രിസ്തു സ്ഥാപിക്കും, യെരൂശലേമിൽ രാജാവായിട്ട് വാഴുമെന്നൊക്കെ എന്തിനു പഠിപ്പിക്കുന്നു? അങ്ങനെ ആയിരുന്നെങ്കിൽ, ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങ് എന്റെ ദൂതന്മാരല്ലേ, കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ എനിക്ക് പിതാവിനോട് അപേക്ഷിക്കുകയും 12 ലീജിയനിലധികം ദൂതന്മാരെ എന്റെ കാവലിനാക്കേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പൊ 72,000 സൈന്യങ്ങൾ, ഇവിടെ ഒറ്റ ദൂതൻ വന്നാൽ മതി,
അവരെ എല്ലാം അവിടെ കൊന്നുകളയുവാനായിട്ട് ഒറ്റ ദൂതൻ വന്നാൽ മതി. കർത്താവ് പറയുന്ന 72,000 ദൂതന്മാരെ പിതാവിനോട് അപേക്ഷിച്ച് എന്റെ കാവലിനാക്കേണ്ടതിന് എനിക്ക് കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എന്നാൽ ഈ തിരുവെഴുത്തിന് എങ്ങനെ നിവൃത്തി വരും? കർത്താവ് എഴുതപ്പെട്ട തിരുവെഴുത്തുകളെല്ലാം നിവൃത്തിയാക്കുവാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് കർത്താവ് ഈ പിതാവിനോട് അപേക്ഷിച്ചില്ല. അങ്ങനെ എന്റെ രാജ്യം ഐഹികമല്ല, ഐഹികമായിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിലൊന്നും ഏൽപ്പിക്കുകയില്ലായിരുന്നു. അങ്ങനെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദാവീദിന്റെ രാജ്യം പോലെയുള്ള ഒരു രാജ്യമല്ല തൻ്റേതെന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. അതിന് കർത്താവ് പറയുന്നത്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞു. സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് പീലാത്തോസ് ജനങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് തന്നെ തന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞിരിക്കെ നമ്മൾ അതിനെ ഐഹികമായിട്ടൊന്നും വ്യാഖ്യാനിക്കരുത്, ചിന്തിക്കരുത്, മനസ്സിലാക്കരുത്. സഭ ഒരു ആത്മീക രാജ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആത്മീക രാജ്യമായ സഭയിൽ നിൽക്കുന്ന ആളുകൾ വിശ്വസ്തയോടെ കർത്താവിൽ നിലനിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവസാനം സ്വർഗീയമായ ശരീരം പ്രാപിക്കും. സ്വർഗീയമായ ശരീരം പ്രാപിക്കുന്ന വിശുദ്ധന്മാര് ഇവിടെ ഈ ഭൗമികമായ ശരീരത്തോടെ അല്ല ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മത്തായി 22:30 കർത്താവ് പറഞ്ഞത്, വരുവാനുള്ള ലോകത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകുന്നു, അവർ പുനരുത്ഥാന പുത്രന്മാരാണ് എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയുള്ള സ്വർഗീയ ശരീരം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ, അവരാണ് വിശുദ്ധന്മാര്, ദൈവമക്കൾ, ക്രിസ്തീയ വിശ്വാസികൾ സ്വർഗീയ ശരീരം പ്രാപിച്ചവരാണ്. അത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നാം ആദാമിന്റെ ആ ഭൗമിക ശരീരം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ നമ്മൾ ധരിക്കേണ്ടവരാണ്. സ്വർഗീയന്റെ തൽസ്വരൂപം അല്ലെങ്കിൽ ഇമേജ് നമ്മൾ ധരിക്കേണ്ടതാണെന്ന് അവിടെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാം നമ്മുടെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. കർത്താവ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് ഫിലിപ്പിയർ 3:21 കാണുന്നത്. അപ്പൊ കർത്താവിന്റെ ശരീരം പോലെയുള്ളതായ സ്വർഗീയ ശരീരം, ദൂതന്മാരുടെ ശരീരം പോലെയുള്ള തേജസ്സുള്ള കർത്താവിന്റെ ആ തേജസ് നമ്മളുടെ മേൽ വരുന്നത് കൊണ്ട് ശക്തിയുള്ള സൂര്യൻ പ്രകാശിക്കുന്ന പോലെയുള്ള ഒരു മുഖമാണ് കർത്താവിനുള്ളത്. നമ്മുടെ ശരീരവും അതിമഹത്തായ തേജസ്സുള്ളതായിരിക്കും. അങ്ങനെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ, സ്വർഗീയ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വിശുദ്ധന്മാർക്കല്ലേ ദൈവമക്കൾക്ക് എങ്ങനെ ഭൗമികമായിട്ട് വാഴാൻ പറ്റും? ഇതങ്ങനെയുള്ള ഉപദേശം പറയുന്നവരോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. സ്വർഗീയ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാരെങ്ങനെ ലൗകികമായിട്ട് വാഴും? അവർക്ക് എങ്ങനെ ലൗകിക വാഴ്ചയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് അവര് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവ് നിക്കോദേമസിനോട് പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ ഭാവി കാലത്ത് വീണ്ടും ജനിക്കാത്ത അവിശ്വാസികളെല്ലാം കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയിൽ അവരുണ്ടായിരിക്കും എന്നാണ് ചില വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത്. ഇത് വചനവിരുദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് ചോദിക്കേണ്ടത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ലെന്നാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞത്. പിന്നെ ഇവരെങ്ങനെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തിൽ ഉണ്ടാകും? അവർക്ക് എങ്ങനെ ഈ വീണ്ടും ജനിക്കാത്തതായിട്ടുള്ള അവർക്ക് എങ്ങനെ ദൈവരാജ്യത്തിലാകാൻ സാധിക്കും? ദാവീദിന്റെ രാജ്യം പോലെയുള്ള രാജ്യമാണെങ്കിൽ ഭൂമി മുഴുവൻ ദൈവരാജ്യമായിട്ട് സ്ഥാപിക്കപ്പെടുമെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ ഈ വീണ്ടും ജനിക്കാത്ത ആളുകൾക്ക് ദൈവരാജ്യത്തിലാകുവാൻ സാധിക്കും? ഇതെല്ലാം വചനവിരുദ്ധമാണെന്നുള്ള ആ ഉപദേശത്തെ നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ലെങ്കിൽ
കർത്താവ് ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുന്ന എന്ന് അവര് പറയുന്നതായ നിലയിൽ സംഭവിക്കുകയാണെങ്കിൽ മാംസരക്തത്തോടെ ഈ അവിശ്വാസികളെല്ലാം ആ ദൈവരാജ്യത്തിൽ എങ്ങനെ കാണപ്പെടും? അതിനും അവർ ഉത്തരം പറയേണ്ടതാണ്. മാംസരക്തങ്ങളോടുകൂടിയാണ് അവിശ്വാസികൾക്ക് ആ കാലത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവർക്കൊരു പുനരുത്ഥാനമില്ല. അവരുടെ ഉപദേശപ്രകാരമുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ കർത്താവ് ഭൂമിയിൽ വന്നിട്ട് ഈ കർത്താവ് രഹസ്യവരവിൽ സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആകാശമേഘങ്ങളിൽ എടുത്തിട്ട് 7 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുമെങ്കിൽ ഈ ഭൂമിയിലുള്ള അവിശ്വാസികളെല്ലാം മാംസരക്തത്തോടെ ഇവിടെ ജീവിക്കുകയാണ്. ആ മാംസരക്തത്തോടെയുള്ള ജീവിക്കുന്നതായ അവിശ്വാസികൾക്ക് എങ്ങനെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ പറ്റും? അതാണ് ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കുവാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ ഉപദേശങ്ങളൊക്കെ ഈ കർത്താവിന്റെ 2ാം വരവിന് ശേഷം ഇവിടെ ഈ ലോകത്തിലെ ഭൗമികമായ രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ഉപദേശമൊക്കെ വചനവിരുദ്ധമാണ്. ഇങ്ങനെയുള്ള അനേക വചനങ്ങൾക്ക് വിപരീതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അത് എന്തിനാണെന്ന് ചോദിച്ചാല് ഭാവി കാലത്ത് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു ഏകലോക ചക്രവർത്തി, അതായത് അധർമ്മമൂർത്തി എന്ന് തിരുവചനം പറയുന്നതായ വ്യക്തി ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതായ നാളുകളില് അയാളുടെ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ അയാൾ ദൈവമായിട്ടാണ് സ്വയം തന്നെ അവരോധിക്കുന്നത്. അയാളുടെ പ്രവാചകൻ എന്നുള്ള നിലയിൽ ഒരു കള്ളപ്രവാചകൻ, ഒരു മത നേതാവും ഈ ഭരണനിർവഹണത്തില് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കള്ളപ്രവാചകൻ മിക്കവാറും ഉപദേശിക്കുന്നത് ഇയാള് സർവശക്തനായ ദൈവമാണ്, സകല ജാതികളുടെയും ദൈവമാണ്, എല്ലാ ജാതികളും ഇയാളെ ആരാധിക്കണം, അങ്ങനെയാണ് പറയുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് 13-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന നാളുകളില് പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾ കാത്തിരുന്ന ദൈവരാജ്യമാണിത്. ക്രിസ്തീയ വിശ്വാസികളോടൊക്കെ പറയുന്നത്, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഭരണം ലോകത്തിൽ നടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രാജ്യമായ ആ ദൈവരാജ്യം ഇപ്പോൾ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളും ഒരേ ആളിന്റെ കീഴിലാണ്. ഇങ്ങനെ ഇവിടെ ലോകത്തിൽ യുദ്ധങ്ങളില്ല, ഇവിടെ ശാശ്വത സമാധാനമാണ്, ജാതികൾ കലഹിക്കുന്നില്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, എല്ലാവരും ആ ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇനി രാജ്യങ്ങൾ തമ്മിൽ വേർതിരിവില്ല, ഒരു ഗ്രാമം പോലെ ലോകം മുഴുവൻ ഒന്നായി തീർന്നിരിക്കുന്നു. ഇതാണ് ദൈവരാജ്യം, ഇതാണ് രാമരാജ്യം, ഇതാണ് ഈസാ നബി വന്ന് സ്ഥാപിക്കുമെന്ന് പറഞ്ഞതായിട്ടുള്ള കാര്യം എന്നുള്ളത് ഇസ്ലാം മതവിഭാഗത്തിലുള്ളവരോടും ഉപദേശിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളാൽ അനേകർ വഞ്ചിക്കപ്പെടുമെന്ന മത്തായി 24 കർത്താവ് തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദുരുപദേശങ്ങളാൽ അനേകരെ വഞ്ചിക്കുന്ന നാളുകളിൽ ക്രിസ്തീയ വിശ്വാസികളും വിചാരിക്കും, ശരിയല്ലേ, ഇങ്ങനെയല്ലേ ദൈവരാജ്യത്തെ കുറിച്ച് ഇവിടെ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നാണല്ലോ നമ്മൾ പഠിച്ചിരുന്നത്, അപ്പൊ ഇത് ശരിയാണല്ലോ എന്നുള്ളത് അവർ ചിന്തിച്ച് തെറ്റിദ്ധരിച്ചിട്ട് ഇയാള് യേശുക്രിസ്തുവിന്റെ അവതാരമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധർമ്മമൂർത്തിയെ ആരാധിക്കുവാൻ തയ്യാറാകും. അതിന് സാധ്യതയുണ്ട്. ഭൗമികമായ രാജ്യം ക്രിസ്തു സ്ഥാപിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നാലുള്ള അപകടം, വഞ്ചന അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നാം മറ്റുള്ളവർക്കും കൂടെ മുന്നറിയിപ്പ് കൊടുക്കണം. നാം തന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രാജ്യം ആത്മീക രാജ്യമാണ്, അത് സഭയാണ്. അതല്ലാതെ ഐഹികമായ രാജ്യം ഈ ലോകത്തിൽ കർത്താവ് സ്ഥാപിക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവരാജ്യം, ഈ സഭ ഈ ഭൂമിയിൽ ഇപ്പോൾ നിലനിന്ന് വളർന്നു വരികയാണ്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമകളൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇതിനോട് വളരെ യോജിക്കുന്ന കാര്യമാണ്. ദൈവരാജ്യം ഈ ലോകം മുഴുവൻ ഒന്നിച്ചങ്ങ് സ്ഥാപിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞത് ഇവിടെ ഈ കടുകുമണിയോട് സദൃശം എന്നുള്ള ഉപമ മത്തായി 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അത് വയലിലിട്ട ഒരു കടുകുമണിയോട് സദൃശം. അത് വളർന്ന് വൃക്ഷങ്ങളിൽ ഏറ്റവും വലുതായി തീർന്നു, ആകാശത്തിലെ പക്ഷികളും വന്നു അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. അത് വളർന്നു വരുന്ന, ആദ്യം ചെറുതാണ്, പിന്നീട് വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. 3000 പേര് പെന്തക്കോസ്ത് നാളില് ദൈവരാജ്യമായ സഭയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് വളർന്ന് പിന്നീട് 5000-മായി, അനേകായിരങ്ങളായി. ഇന്ന്
വലിയ വളർച്ച, എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ ഘോഷിക്കപ്പെടുകയും അനേകർ രക്ഷിക്കപ്പെട്ട് സഭയാകുന്ന ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ ഉപമ വളരെ യോജിക്കുന്ന കാര്യമാണ്. പിന്നെ കർത്താവ് പറഞ്ഞത് ഇത് ഒരു പുളിച്ച മാവിനോട് സദൃശം, ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്തു 3 പറ മാവിലെല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്ന ആദ്യം അത് അല്പമേ ഉള്ളൂ. അത് മറ്റുള്ള മാവിനെ എല്ലാം പുളിപ്പിക്കുന്ന നിലയിൽ ആ പുളിപ്പ് വളർന്നു വരുന്ന അനുഭവമാണ് അവിടെയും നമ്മൾ കാണുന്നത്. ഈ ഉപമകൾക്കൊക്കെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പലവിധ വ്യാഖ്യാനങ്ങൾ അതിനകത്ത് ആവശ്യമില്ല. ഒരു പ്രധാന അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ വളർച്ച ആദ്യം കുറച്ചായിരുന്നു, കടുകുമണി ചെറുതായിരുന്നു, വളർന്നു വരുന്നു. പുളിച്ച മാവ് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറ്റുള്ള മാവിനെ എല്ലാം പുളിപ്പിക്കുന്നു, വളർന്നു വരികയാണ്. അതുപോലെ കർത്താവ് പറഞ്ഞതായ മറ്റൊരു കാര്യം, ഈ ദൈവരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശം. അത് വല നിറഞ്ഞപ്പോൾ വലിച്ച് കരയ്ക്ക് കയറ്റി നല്ലത് വേർതിരിച്ചു കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതുപോലെ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ മുത്തിനെ വാങ്ങി എന്നാണ് കാണുന്നത്. അതുപോലെ വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശമാണ് ദൈവരാജ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവിടെയും നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ അത് കണ്ട് മറച്ചിട്ട് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന അർത്ഥം, ദൈവരാജ്യം വിലയേറിയ ഒരു സമ്പത്താണ്. തനിക്കുള്ളതെല്ലാം തന്റെ സ്വന്തം ജീവൻ പോലും നഷ്ടമാക്കിയിട്ട് നേടുവാൻ തക്കവണ്ണം വലിയ സമ്പത്താണ് ദൈവരാജ്യം എന്നുള്ളതാണ്. ആ സമ്പത്തിന്റെ മാഹാത്മ്യവും അതിന്റെ ആ മഹത്വവും എല്ലാം നമ്മൾ അറിയുന്നത് കർത്താവിന്റെ വരവെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സകലവും നഷ്ടപ്പെടുത്തിയാലും സമ്പാദിക്കാൻ പറ്റുന്ന, സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന വലിയ ഒരു സമ്പത്താണ് ദൈവരാജ്യം എന്ന് ഇതിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കാണുന്നത് ഈ വിതയ്ക്കുന്നവന്റെ ഉപമ, മത്തായി 13 ആദ്യ ഭാഗത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ വഴിയരികിൽ ചിലത് വിതച്ചു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷികൾ വന്ന് തിന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. അത് മുളച്ചു വന്നു എങ്കിലും വേരില്ലാകിയാൽ ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു കൂടെ മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചിലത് നല്ല സ്ഥലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. അപ്പം വിതയ്ക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ വിത്ത് 4 വിധത്തിലുള്ളതായ സ്ഥലത്താണ് വീഴുന്നത്. എല്ലാവരും ഈ ദൈവവചനം കേട്ടിട്ട് ഒരുപോലെ സ്വീകരിച്ച് ഫലം കൊടുക്കുന്നവരായിരിക്കുകയില്ല. കർത്താവ് അതിന്റെ അർത്ഥം പറഞ്ഞത്, ചിലര് വചനം കേട്ടിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ട് സാത്താൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത് അതാണ്. അതുപോലെ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത് വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, പക്ഷെ ഉള്ളിൽ വേരില്ലാകിയാൽ ക്ഷണികരത്രേ. അവര് വചനം നിമിത്തം ഉപദ്രവമോ കഷ്ടമോ വരുമ്പോൾ അവര് പെട്ടെന്ന് ഇടറിപ്പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കഷ്ടവും പ്രയാസവും ഒക്കെ വരുമ്പോൾ, ദൈവരാജ്യം നിമിത്തം ജയിലിലടയ്ക്കും കൊല്ലുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ പിന്മാറിപ്പോകും. അവരാണ് ഇടറിപ്പോകുന്നതായിട്ടുള്ള ഇടർച്ചകൾ എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. ഇനി മുള്ളിനിടെ വിതയ്ക്കപ്പെട്ടതിന്റെ അർത്ഥം പറയുന്നത്, അത് വിത്ത്, നല്ല വിത്ത് മുളച്ച് വളർന്നു വരുന്നുണ്ട്, പക്ഷെ മുള്ളും കൂടെ വളർന്നിട്ട് അതിനെ ഞെരുക്കിക്കളഞ്ഞു, ഫലം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഫലം കൊടുക്കാത്ത അനുഭവം അവിടെ കർത്താവ് പറയുന്നത്, ആ വചനം കേട്ടിട്ട് സ്വീകരിക്കുന്ന ഒരാൾ ചെന്നിട്ട് ഇഹലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും ഉള്ളിൽ കടന്നിട്ട് വചനത്തെ ഞെരുക്കിക്കളഞ്ഞു എന്ന് മർക്കോസ് 4:19 കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഇഹലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ ഉള്ളിൽ കടന്നുകൊണ്ട് വചനത്തിന് ഫലം കായ്ക്കാതെ പോകുന്നതായിട്ടുള്ള അനുഭവമാണ്. അവര് അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്ന കാര്യം.
ഇനി മറ്റൊരു ഉപമ കർത്താവ് അവിടെ പറഞ്ഞത് നല്ല വിത്തിന്റെ ഇടയിലെ കള വിതയ്ക്കുന്നതായിട്ടുള്ള ഒരു ഉപമയും കർത്താവ് മത്തായി 13 പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. മനുഷ്യർ ഉറങ്ങുമ്പോൾ ശത്രു വന്നിട്ട് ഗോതമ്പിന്റെ ഇടയിലെ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ദാസന്മാര് നോക്കിയപ്പോൾ ഗോതമ്പിന്റെ ഇടയിലെ കള വളർന്നിരിക്കുന്ന കണ്ടിട്ട് യജമാന്റെ അടുക്ക് വന്ന് ചോദിച്ചു, യജമാനെ, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ യജമാനൻ പറയുന്നു, അത് ശത്രു ചെയ്തതാകുന്നു, ഞങ്ങളത് പറിച്ചു കൂട്ടാൻ സമ്മതമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷെ ഗോതമ്പും കൂടെ പിഴുതുപോരും, അതുകൊണ്ട് കൊയ്ത്തോളം രണ്ടും കൂടെ വളരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, യജമാനൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അർത്ഥം കർത്താവ് പിന്നീട് വിശദമാക്കുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നത്, അവിടെ വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രൻ, വയൽ ലോകമാണ്. വിതയ്ക്കുന്ന മനുഷ്യപുത്രൻ ലോകമാകുന്ന വയലിൽ വിതയ്ക്കും. പിന്നെ ഇടയ്ക്ക് കള വിതച്ച ശത്രു പിശാച്, കൊയ്യുന്നവർ ദൂതന്മാര്, കൊയ്ത്ത് ലോകാവസാനം. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ തന്റെ രാജ്യത്തിൽ നിന്ന് ഇടർച്ചകളെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇവിടെ ചില ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരും ദൈവരാജ്യമായ അല്ലെ ക്രിസ്തുവിന്റെ രാജ്യമായ സഭയില് ഉണ്ടാവുന്നു. അവിടെ ദൈവരാജ്യത്തിന്റെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിലും ഇതിന്റെ ഇടയില് സാത്താൻ ചില അസുര വിത്തുകളെ ഒക്കെ വിതയ്ക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ ഇടയിൽ അസുര വിത്ത് വിതയ്ക്കും. അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ച് പിന്മാറിപ്പോയ, ഇടറിപ്പോകുന്ന ആളുകളുണ്ട്. വിശ്വാസ നിമിത്തം ഉപദ്രവങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ വിശ്വാസം വിട്ടുകളയുന്ന പിന്മാറ്റക്കാരൊക്കെ ധാരാളം ക്രിസ്തുവിന്റെ സഭയിൽ ഭാവി കാലത്ത് വളരെയധികം ഉണ്ടാകും. അത് മാത്രമല്ല, ഇഹലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും എല്ലാം ഉള്ളിൽ കിടന്ന് അവര് ദൈവരാജ്യത്തിന്റെ വചനം വളർന്നു വന്ന് കേട്ടു, അവര് സ്വീകരിച്ചു, വളർച്ച പ്രാപിച്ചവരാണ്. പക്ഷെ പിന്നീട് ഈ ലോകത്തിന്റെ ചിന്തകള്, ധനത്തിന്റെ വഞ്ചന, മറ്റ് വിഷയമോഹങ്ങൾ ഉള്ളിൽ കടന്നിട്ട് അധർമ്മികളായിട്ട് മാറിപ്പോവുകയാണ്. അപ്പൊ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരും ഈ സഭയില് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നത്. സഭയാകുന്ന ദൈവരാജ്യത്തിൽ അതുണ്ട്, ഈ ലോകത്തിൽ അതുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ പിന്മാറിപ്പോയി. അവർ ലോകസ്നേഹികളായിട്ട് മാറിപ്പോയി. അനേകർ ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ, അവരുടെ വിശ്വാസക്കപ്പോൾ തകർന്നു പോയി എന്നൊക്കെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശ്വാസം ഉപേക്ഷിച്ച് കളഞ്ഞവര് 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരും ക്രിസ്തുവിന്റെ രാജ്യമായ സഭയിലുണ്ട്. അവരെ കൂട്ടിച്ചേർത്ത് തീച്ചുളയിലേക്ക് ഇട്ടുകളയുന്നത് ലോകാവസാനത്തിലാണ്. കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ചിട്ട് ദുഷ്ടന്മാരെ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് അവരെ തീച്ചുളയിലേക്ക്, നീതിമാന്മാരെ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത് പോലെ നിത്യമായ ജീവിതത്തിലേക്ക്, സ്വർഗീയ രാജ്യത്തിലേക്കും പ്രവേശിപ്പിക്കുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വചനങ്ങളെല്ലാം നിറവേറുന്ന നാളുകൾ വരികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പുത്രന്റെ രാജ്യത്തിൽ നിന്നാണ് ഇടർച്ചകളെ ഒക്കെ നീക്കം ചെയ്യുന്നത്, ലോകത്തിൽ നിന്നല്ല. ഈ പിശാചിന്റെ ആളുകളായിട്ടുള്ള അവിശ്വാസികളെല്ലാം ലോകത്തിലുണ്ട്. ഇവിടെ പക്ഷെ അതല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഇവിടെ രാജ്യത്തിന്റെ പുത്രന്മാർ, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, അതിന്റെ ഇടയിൽ കള വിതച്ചിട്ട് ആണ് ഇവിടെ സാത്താൻ ചിലരെ അവന്റെ ആളുകളായിട്ട് വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് കൊയ്ത്തു വരെ അല്ലെങ്കിൽ ലോകാവസാനം വരെ രണ്ടും കൂടെ ഒന്നിച്ച് വളരട്ടെ എന്നുള്ളതാണ് ദൈവപദ്ധതി. തന്റെ രാജ്യത്തിൽ നിന്നാണ്, ലോകത്തിലെ അവിശ്വാസികളെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പുത്രന്റെ രാജ്യത്തിൽ നിന്നാണ് വിശുദ്ധന്മാരുടെ ഇടയിലെ ഇടർച്ചകളും അധർമ്മം പ്രവർത്തിക്കുന്നവരും പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ഉണ്ടായി വരുമ്പോൾ അവരെയെല്ലാം ലോകാവസാനത്തിൽ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് തീച്ചുളയായ നരകത്തിലേക്ക് ഇട്ടുകളയും. അപ്പോൾ വിശുദ്ധന്മാരല്ലെങ്കിൽ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കുമെന്നാണ് മത്തായി 13:43 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിലെ ദൈവരാജ്യമായ സഭയിൽ നിന്ന് അനേക ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇടുന്ന അനുഭവമുണ്ട്. അപ്പോൾ അവർക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ഒന്നും ലഭിക്കുന്നില്ല, നിത്യജീവിതത്തിൽ അവരെത്തുന്നില്ല, പുതിയ ഭൂമിയിൽ അവരെത്തുന്നില്ല. അവര് നഷ്ടപ്പെട്ടു പോയവരാണ്, പിന്മാറ്റക്കാരാണ്.
അവരെല്ലാം പിന്നീട് നരകത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വചനങ്ങളിലൊക്കെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ആളുകൾ മനഃപൂർവ്വം പാപത്തിൽ തുടർന്ന് ജീവിച്ചാൽ അവർക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നും ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധ അഗ്നിമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുകയും ദൈവാത്മാവിനെ ചവിട്ടിക്കളയുകയും ചെയ്തവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ആളുകളുടെ കാര്യമാണ് അവിടെയും പറയുന്നത്. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ, വിശുദ്ധന്മാരുടെ കാര്യമാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം വിശ്വാസത്തിൽ നിലനിന്ന് അവസാനത്തോളം കർത്താവിൽ വിശ്വസ്തയോടെ നിലനിന്ന് ജീവിച്ചില്ല എങ്കിൽ നരകത്തീയിലേക്ക് പോകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണെന്ന് ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. സഭ ഇങ്ങനെ വളർന്ന് രാജ്യത്തിന്റെ ഈ സുവിശേഷം അവസാനം വരെ ഘോഷിക്കപ്പെടും. അത് ലോകത്തിലൊക്കെയും ഘോഷിക്കപ്പെടും. അപ്പോൾ അവസാനം വരും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ലോകത്തിന്റെ അവസാനം സമീപിച്ചു വരികയാണ്. അത് സമീപിച്ചു വരുമ്പോൾ അനേക ആളുകൾ സഭയാകുന്ന ദൈവരാജ്യത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിട്ടുള്ള സമയം വരികയാണ്. അതോടൊപ്പം നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അനുഭവം വരികയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ ഇപ്രകാരം നിലനിന്നതിന് ശേഷം കർത്താവിന്റെ വരവോടുകൂടെ അത് പുതിയ ഭൂമിയിലേക്ക് മാറ്റപ്പെടുമെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. അപ്പൊ ഈ ഭൂമിയിലെ ദൈവരാജ്യം കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ വരവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്നാണ് നമ്മൾ 2 പത്രോസ് 3:10 വാക്യത്തിൽ വായിക്കുന്നത്. കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നത് താൻ രണ്ടാമത് വന്ന് സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിത്യതയിലേക്ക് ചേർക്കുമ്പോൾ പുതിയ ഭൂമിയിൽ എന്നേക്കും വാഴുവാൻ വേണ്ടി പ്രവേശിപ്പിക്കുന്ന സമയമാണ് ഈ വാഗ്ദത്തം നിവർത്തിക്കുന്ന സമയം. അതിന് താമസമൊന്നുമില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് 2 പത്രോസ് 3:9 വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ പക്ഷെ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും. ഭൂമിയെതിരുള്ള സകല പണികളും വെന്തുപോകും. ലോകം അവസാനിക്കും. അത് കൊയ്ത്തിന്റെ സമയമാണ്. കൊയ്ത്ത് ലോകാവസാനം. അപ്പൊ കർത്താവിന്റെ ആ വരവിന്റെ നാളിൽ സഭ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ കയ്യിൽ പുത്രൻ രാജ്യത്തെ ഏൽപ്പിക്കുന്ന സമയമാണെന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 24 നമ്മൾ വായിക്കുന്നു. അങ്ങനെ രാജ്യത്തെ സഭയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ പക്കൽ ഏൽപ്പിക്കുമ്പോൾ തുടർന്ന് പിതാവ് പുത്രൻ മുഖാന്തരമാണ് ലോകത്തെ ന്യായം വിധിക്കുന്നത്. താൻ തെരഞ്ഞെടുത്ത പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 17:31 നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പിതാവാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പുത്രൻ മുഖാന്തരമാണ് ന്യായവിധി നിർവഹിക്കുന്നത്. അങ്ങനെ ന്യായവിധി നാളിൽ കർത്താവ് വലത്തുള്ളവരോട് എന്തു പറയും? മത്തായി 25:34 നാം കാണുന്നു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് അവരോട് പറയും. ആകയാൽ ദൈവരാജ്യത്തിന്റെ പൂർണ്ണത അപ്പോഴാണ് സംഭവിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ടതാണ്. പക്ഷേ അത് അവകാശമാക്കുന്നത് ആ ദൈവജനത്തിന്റെ ശരീരം കൂടെ വീണ്ടെടുക്കപ്പെട്ട് ഈ ഭൂമി മുഴുവൻ വീണ്ടെടുക്കപ്പെട്ട് ഭൂമി ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നു എന്നാണ് റോമർ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഭൂമിയെയും ദൈവം വീണ്ടെടുക്കും. പുതിയ ഭൂമിയാക്കി ദൈവം മാറ്റുന്നതിനെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തെ കൂടെ വീണ്ടെടുക്കും. അങ്ങനെ ആ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, നിങ്ങൾ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആ സമയം ദൈവരാജ്യം പ്രവേശിക്കും. അന്ന് ദൈവം തന്റെ മക്കൾക്ക് പ്രതിഫലം നൽകും. അനേക പ്രതിഫലങ്ങൾ പ്രാപിച്ച് പുതിയ ഒരു സ്വർഗീയ ശരീരം, തേജസ്സുള്ള ശരീരം പ്രാപിക്കും. അതാണ്
നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുമെന്ന് പറയുന്ന സ്വർഗീയ തേജസ്സുള്ള ശരീരം ലഭിച്ച ദൈവമക്കളുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഒരു വലിയ പ്രകാശമുള്ളതായ ശരീരമാണ് ദൈവജനത്തിന് ലഭിക്കുന്നത്. അങ്ങനെ ആ പ്രകാശമുള്ള ശരീരത്തോടെ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്, നമ്മളെ നയിക്കുകയാണ്, നമ്മളെ നടത്തുകയാണ്. ഈ ദൈവരാജ്യത്തിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ സാക്ഷികളായിട്ട് നിലനിന്നുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന്റെ രണ്ടാം വരവിങ്കൽ ദൈവരാജ്യത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.